ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നിപ്പർ ഷോട്ട് എൻട്രി ടെക്നിക് ദാറ്റ് നെവർ ഫെയിൽസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചാനലിൽ, ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ ഏകദേശം 200 വീഡിയോകൾ ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 200 വീഡിയോകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ പ്രൈസ് ഡൈനമിസം അല്ലെങ്കിൽ പ്രൈസ് ബിഹേവിയർ എങ്ങനെയാണ് മാർക്കറ്റിൽ അത് നടക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ക്ലിയർ ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഡയറക്ഷണൽ ബ്ലൂ പ്രിൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ടെക്നിക്കുകളെല്ലാം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. വേറെ നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏത് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മാർക്കറ്റ് കാണിച്ച് തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയിൽ ആരും കറക്റ്റായിട്ടുള്ള സ്നിപ്പർ ഷോട്ട് എൻട്രി ടെക്നിക്കുകൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് നമ്മൾ ഫോർമേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർക്കും ഒരിടത്തും ഒരു സെറ്റപ്പ് എങ്ങനെയാണ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് ഒരു എൻട്രി ഫോർമേഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. വേറെ നമ്മുടെ ചാനലിൽ ഇമോഷണൽ മാനേജ്മെൻറ്റിനകത്ത് ഒരു എൻട്രി സെറ്റപ്പ് കണ്ടുപിടിച്ചിട്ട് ആ എൻട്രി സെറ്റപ്പിനകത്ത് എങ്ങനെ കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെക്കോർഡ് ടാർഗറ്റിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാത്ത എൻട്രി എന്ന് പറയുമ്പോൾ ഈ വീഡിയോസ് എല്ലാം നമ്മൾ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഒരു 200 വീഡിയോസ് ഉണ്ട്. 1 അവറിൻ്റെ വെച്ചിട്ടും 45 മിനിറ്റ്സിൻ്റെ വെച്ചിട്ടുള്ള വീഡിയോസാണ് മൊത്തം അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനും കണ്ടുവരുമ്പോഴത്തേനും യു ആർ ഗെറ്റിംഗ് വാട്ട് ഈസ് മാർക്കറ്റ്, എന്താണ് ഓഹരി വിപണി, എങ്ങനെയാണ് ഇതിൻ്റെ മെത്തഡ് ഓഫ് ഓപ്പറേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പതുക്കെ മനസ്സിലാക്കി തുടങ്ങും. അത് മനസ്സിലാക്കി തുടങ്ങി കഴിയുമ്പോഴത്തേനുമാണ് പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ ബിഹേവിയർ, അങ്ങനെ ഒത്തിരിയധികം പഠനങ്ങളുണ്ട്. വേറെ ഈ പഠനങ്ങളെല്ലാം ഞാൻ വന്ന് ക്ലബ് ചെയ്യുന്നത് ഫൈനലി ഇൻ ടു വൺ സെറ്റപ്പ്. നമുക്ക് മൾട്ടിപ്പിൾ സെറ്റപ്പുകളൊന്നുമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റപ്പുകളെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്ത് വി ആർ റീച്ചിങ് ഒൺലി ഓൺ എ സിംഗിൾ പോയിന്റ്. ആ സിംഗിൾ പോയിന്റിൽ നമുക്ക് എന്തെല്ലാം കോൺഫ്ലുവൻസസ് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ എൻട്രി ടെക്നിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്കൊന്നും കൂടെ റീക്യാപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോകാം, ലെസൺ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹൈ മേക്ക് ചെയ്തു, അല്ലേ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ആ ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇറ്റ് ഈസ് പുള്ളിങ് ബാക്ക്, അല്ലേ, ടു ടേക്ക് ദ ലോ. അതിനുശേഷം ഈ ഇത് നമ്പർ 1. അപ്പം നമ്പർ 1 അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു. നമ്പർ 2, നമ്പർ 3 പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. എഗെയിൻ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ് ആൻഡ് സ്വീപ്പിംഗ്, അല്ലേ, സ്വീപ്പിംഗ് ദ ഹൈ. ദെൻ പ്രൈസ് വിൽ കം ബാക്ക്, പുൾ ബാക്ക് ടു ടേക്ക് ദ ലിക്വിഡിറ്റി. ഈ ലിക്വിഡിറ്റി എടുത്തു, പ്രൈസ് മുകളിലോട്ട് പോകുന്നു, ഇതിൻ്റെ മുകളിൽ പ്രൈസ് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. ഫൈനൽ മൂവ്മെൻറ്റ് ഇവിടെ ഒന്ന് മിറ്റിഗേഷൻ നടത്തുന്നു. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ദിസ് ഈസ് ദ എൻട്രി ടെക്നിക്, അല്ലേ, സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ. നൗ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലാണ് നമ്മളെ നോക്കുന്നത്, അല്ലേ, 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുന്നു. സോ ഈ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ മെനിയ ടൈംസ് നമുക്കിത് കാണാൻ പറ്റും, അല്ലേ. പല പ്രാവശ്യം നമുക്കിത് കാണാൻ പറ്റും, പല പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് പ്ലേ ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം, കാണാൻ പറ്റാത്ത സമയത്ത്. നൗ നമുക്ക് ഈ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോഴത്തേനും നമുക്ക് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദിസ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ വിത്തിൻ ദ ക്യാൻഡിൽ സ്ട്രക്ചർ. അതാണ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വിത്തിൻ ദ ക്യാൻഡിൽ, ആദ്യമായിട്ടാണ് ഈ ചാനൽ, ഇപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് കാണുന്നതെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ഐ എം ടെല്ലിങ് യു, ഒരു പ്ലേലിസ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചാനലിൻ്റെ ഇതിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1 to 20. ഓക്കെ, ആ 20 വരെയുള്ള പാർട്ട് കണ്ടു വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കറക്റ്റായിട്ടുള്ള ഇത് ചാർട്ട് കാണാൻ പറ്റത്തുള്ളൂ. ടിൽ ദെൻ ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് ഹാർഡ്, എവറിത്തിങ് വിൽ ബി ടേക്കൻ ഫ്രം യു ആൻഡ് നത്തിങ് വിൽ ബി ഗിവൺ എന്നാണ് പറയുന്നത്, എന്നാണ് നമ്മുടെ ഇമോഷണൽ മാനേജ്മെൻറ്റ് വീഡിയോയിൽ പറയുന്നത്. സോ വർക്ക് ഹാർഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സെറ്റപ്പ്. അല്ലാതെ നമ്മളെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നൗ ലെറ്റ് us see what it is. നൗ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം ഹൗ ദിസ് ഈസ് ഫോമിങ്. ദിസ് സെയിം തിങ്. ഓക്കെ, നമ്പർ 1 ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വേറൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, അതിന് മുകളിൽ പോകുന്നു. സോ ഈ ക്യാൻഡിലും ഇതും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. സോ ഇറ്റ് ഈസ് എ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് എ പർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് നമുക്ക് പറയാമല്ലോ. ഓക്കെ, അപ്പം അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. ദെൻ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. ഓക്കെ, പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. ഇവിടെ പ്രൈസ് പുൾ ബാക്ക് ചെയ്തു. കളർ നോക്കണ്ട കേട്ടോ. കളറ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഠിത്തത്തിൽ കളറിനകത്ത് യാതൊരു കാര്യമില്ല. അപ്പം നമ്മൾ കളറിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. സോ നമ്മുടെ ചുമ്മാ കണ്ണിന് ഭംഗിക്ക് വേണ്ടിയിട്ട് വരയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോ ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്
ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സോ ഇത് ബ്രേക്ക് ചെയ്യുമ്പം ദിസ് ഈസ് നമ്പർ 1 അല്ലേ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ആയി 1. ഇനി ഇത് അതിനുശേഷം ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. അപ്പോൾ ഇത് 2 ആയി. അപ്പം ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ഈസ് ഇത് മുകളിലേക്ക് പോയി, ദെൻ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. അപ്പോൾ ഇത് 2 ആയി. ഇനി പ്രൈസ് ഈസ് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു അല്ലേ. പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്, ദെൻ പ്രൈസ് അഗെയിൻ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. ഇവിടെ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 1 2 3 ഇനി എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി 3-ലെത്തി. സോ നൗ വി ആർ ഇൻ 3 അല്ലേ. അതിനുശേഷം എന്ത് പറ്റണം, പ്രൈസ് ഹാസ് ടു പുൾ ബാക്ക് 2 times അല്ലേ. പ്രൈസ് ഹാസ് ടു പുൾ ബാക്ക് 2 times. സോ ലെറ്റ് ഇറ്റ് കം 2 times. സോ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് 2 times. സോ ഇവിടെ നിന്ന് പ്രൈസ് 1 time 2 time. സോ പുള്ളിങ് ബാക്ക്. അപ്പം ഈ ഒറിജിനൽ പൊസിഷൻ്റെ ഇത് ഈ 2 നമ്പർ പൊസിഷൻ ഇസ് ടേക്കൺ. ഇവിടെ ഇത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ അത് ആ പൊസിഷൻ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, പ്രൈസ് ഹാസ് ടു ഷോ എ മൊമെൻറ്റം അല്ലേ, മുകളിലേക്ക് വേണം. അപ്പോൾ ഇവിടെ 2 time പുൾ ബാക്ക് വന്നു. അതിനുശേഷം ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്സ് എണ്ണി നോക്കുക എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ ഈവൻ സിംഗിൾ ക്യാൻഡിലാണെങ്കിൽ പോലും നമ്മളത് നോക്കുമ്പം ഞാനത് ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എൻട്രി ഫോർമേഷൻ വരുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പം ക്യാൻഡിൽ സ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനുശേഷം എന്ത് പറ്റണം, ഇവിടുന്ന് നമ്മളെ സംബന്ധിച്ച് ക്യാൻഡിൽ ഇറ്റ് ഹാസ് ടു ഷോ എ മൊമെൻറ്റം. സോ ഇറ്റ് ഈസ് ഷോയിങ് എ മൊമെൻറ്റം, കറക്റ്റ്. അപ്പം അതിനുശേഷം എന്ത് പറ്റണം, അപ്പോൾ ഈ ഒരു പോർഷനാണ് ആ കാണിച്ചിരിക്കുന്നത്, ഇത് ഓക്കെ. അപ്പം ഇറ്റ് ഈസ് ഷോയിങ് എ മൊമെൻറ്റം, ദെൻ പ്രൈസ് ഹാസ് ടു പുൾ ബാക്ക് 1 more time ടു ലിക്വിഡേറ്റ് ദ പൊസിഷൻ നമ്പർ ഫസ്റ്റ് പുൾ ബാക്ക്. ഓക്കെ. അപ്പോൾ ഇനി പ്രൈസ് എന്ത് ചെയ്യണം, താഴേക്ക് വരണം. സോ പ്രൈസ് ഇവിടെ നിന്ന് നേരെ താഴേക്ക് വരുന്നു. ക്ലിയർ. അപ്പം നമ്മളുടെ എൻട്രി ക്യാൻഡിൽ ഇസ് ദിസ് ആൻഡ് അവർ എൻട്രി ക്യാൻഡിൽ ഇസ് ദിസ്. ക്ലിയർ. സോ ദിസ് ഈസ് എ എൻട്രി ENTRY. അപ്പോൾ ദിസ് ഈസ് എ എൻട്രി ക്യാൻഡിൽ. നൗ ക്യാൻഡിൽ സ്റ്റിക്ക് വൈസിൽ നമ്മളുടെ സെറ്റപ്പ് നോക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ വിത്ത് റെസ്പെക്ട് ടു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ. ഗോട്ട് ഇറ്റ്? സിമ്പിൾ അല്ലേ? നമ്മൾ ഇതിനെ ഇങ്ങനെ നോക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് മാർക്കറ്റിൽ? ബിക്കോസ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ റിവർ ആൻഡ് ദ റിവർ ഹാസ് എ കറണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്ലോ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ദാറ്റ് റിവർ ഹാസ് എ കറണ്ട്. ഓക്കെ. ഒരു റിവറിന് ഒരു ഫ്ലോ ഉണ്ട്. സോ ദ റിവർ വിൽ ഫ്ലോ ഇൻ സച്ച് എ വേ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇറ്റ് ഹാസ് എ റിതം. ദാറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഡൈനമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് ഡൈനമിക്സിൽ വാട്ട് ആർ ദീസ് ഇൻഡിവിജ്വൽ ക്യാൻഡിൽസ് ഡു? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ക്യാൻഡിലും എന്താണ് ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? സോ ആർ യു ഏബിൾ ടു സ്പോട്ട് ദ ഡാൻസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടുത്തെ ഡാൻസിൽ, ഈ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഡാൻസിൽ, ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ ഓർ നോട്ട്? Because you are looking the candlestick in such a way, this is a bullish candle, it is green color, blue color. This is a bearish candle, it is a doji candle, or it is a shooting star. You are looking the candle in such a way that you don't have a context to understand the candle. മനസ്സിലായോ? ഒരു കണ്ടക്സ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ നോക്കുന്നത്. Then you will see the color only. You can see the color only. So what is the use of looking at the candlesticks with respect to the color and you narrate the candle with the color? Color is nothing but it is represented. എങ്ങനെയാണ് അത് വരുന്നത്? കളർ വരുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഓപ്പണിംഗ് പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ ക്യാൻഡിൽ ഫോർമേഷൻ ബോഡീസ് ആർ. അതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇഫ് ഓപ്പണിംഗ് പ്രൈസ് ഈസ് ലോവർ, ക്യാൻഡിൽ ഫോർമേഷൻ കളർ ഈസ് റെഡ്. ഇഫ് ഓപ്പണിംഗ് പ്രൈസ് ഈസ് ഹയർ, then candle formation is green, blue or green. സോ നമ്മൾ അതിനെ ഒരു കണ്ടക്സ്റ്റ് ഇല്ലാതെ, ഒരു ലോജിക്കൽ ആർഗ്യുമെൻ്റ് ഇല്ലാതെ നമ്മൾ അതിലേക്ക് നോക്കി കഴിയുമ്പോൾ യു ആർ അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ഡിഫറെൻറ്റ്. So try to understand the candlesticks order, sequential order flow in such a way that you have a context with respect to the candle formation. When you look into, you are getting the narrative. മനസ്സിലായോ? നമുക്കിവിടെ ഈ ഒരു കണ്ടക്സ്റ്റോട് കൂടി നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഭവം എന്താണ് ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. സോ നമ്മൾ ഒരു സ്ട്രക്ചേർഡ് വേയിലല്ലാതെ ഒരു സംഭവത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിൽ യു ബി അണ്ടർസ്റ്റാൻഡിങ് അത് ആ കറക്റ്റ് വേയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ലൈഫിൽ ഒരു സാധനവും നമ്മൾ അതിനെ ഒരു കണ്ടക്സ്റ്റ് ഇല്ലാതെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. വാട്ട് എവർ ബി യുവർ സെറ്റപ്പ്, ഐ നോട്ട് എന്നാ പറയുന്നത്, ഞാൻ നിങ്ങളുമായിട്ട് എതിരിടാനല്ല ഞാൻ പറയുന്നത്. വാട്ട് എവർ ബി യുവർ സെറ്റപ്പ്, നിങ്ങളുടെ സെറ്റപ്പിനകത്ത് ആർ യു ലുക്കിംഗ് ദ ചാർട്ട് വിത്ത് എ കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ.
നമുക്ക് അതിനൊരു നരേറ്റീവ് ഉണ്ടോ? നമ്മൾ എന്ത് നരേറ്റീവ് എന്ത് സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ് അതിനെ നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. So when the candles are forming here in this such a way, when you look at this chart, what you understand? This is a sequential order flow within ഇതിപ്പം 5 മിനിറ്റ് ആയിരിക്കാം, 5 സെക്കൻഡിൻ്റെ ആയിരിക്കാം, 3 മിനിറ്റ് ആയിരിക്കാം, ഏത് ടൈം ഫ്രെയിം വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നമ്മൾ അതിനെ ഒരു കണ്ടക്സ്റ്റോട് കൂടി നോക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ സെറ്റപ്പ്. പെർഫെക്റ്റ്. അപ്പോൾ നമുക്കിത് മനസ്സിലായല്ലോ. സോ ലെറ്റ് us ഡീപ്പ് ഡൈവ് ഇൻ ടു ദ ചാർട്ട്. വാട്ട് ഇസ് എൻട്രി ഫോർമേഷൻ സ്നിപ്പർ ഷോട്ട്? സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിം നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. 5 മിനിറ്റ്, 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 10 സെക്കൻഡ്, അങ്ങനെ ഇഷ്ടം പോലെയുള്ള ടൈം ഫ്രെയിംസ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഫ്രാക്ടൽ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ടൈം അല്ലേ. ടൈമിൻ്റെ ഫ്രാക്ടൽസ് ആണ് ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള ടൈം ചൂസ് ചെയ്യാം. സോ എൻട്രി ഫോർമേഷൻസ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇൻഡെപ്ത് എന്താ പറയുന്നത്, ഇത് മൊമെൻറ്റം ഹാപ്പൻസ് വിത്തിൻ ഈ ചെറിയ ടൈം ഫ്രെയിമിലാണ് നടക്കുന്നത്. അവിടെ നിന്നാണത് പോപ്പ് ഔട്ട് ചെയ്ത് മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ ഈ ഫ്രാക്ടൽ വേയിൽ മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ 50 മിനിറ്റ്സ് നമുക്ക് നോക്കാം, 30 മിനിറ്റ്സ് നോക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടത്, ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടത് 50 മിനിറ്റ്സ് നോക്കാം, 5 മിനിറ്റ്സ് നോക്കാം, 1 മിനിറ്റ് നോക്കാം, 10 സെക്കൻഡ്സ്, 5 സെക്കൻഡ്സ്, 1 സെക്കൻഡ്സ്, ദാറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. അതിന് മുകളിലോട്ടുള്ള ടൈം ഫ്രെയിമിൽ നോക്കണ്ട. ബിക്കോസ് നമ്മൾ നോക്കുമ്പം പ്രൈസ് ഈസ് ട്രേഡിങ് ഇൻ എ ക്ലോസ്ഡ് റേഞ്ച് അല്ലേ. ഒരു 100 പോയിന്റിൻ്റെ ക്യാപ്പിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ വൈ ആർ യു ഗോയിങ് ഫോർ 1 hour ചാർട്ട്, 4 hour ചാർട്ട്? വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഓൾ ദീസ് തിങ്സ്? You are an intraday trader. If you are an investor, okay, let us go back to 45 minutes day time frame. Swing structure form ചെയ്യുന്നുണ്ടോ, അവിടെ അതുണ്ടോ, ഇതുണ്ടോ, ഇതെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് അനലൈസിസ് കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റും. സോ ഇത് പറഞ്ഞു തരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ മനസ്സിലാക്കണം 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് whenever you are getting some knowledge, okay, നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നൗ ലെറ്റ് us look into the chart in a different way. ഓക്കെ, ഇവിടെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്നാണ് 6 സെപ്റ്റംബർ. ഓക്കെ, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും 9 സെപ്റ്റംബർ ആയി. അപ്പോൾ 7 8 അവധിയാണെന്ന് തോന്നുന്നു. ഓക്കെ, 6 കഴിഞ്ഞാൽ പിന്നെ 9 ആണ്. അപ്പം അന്ന് വെള്ളി ശനി ഞായറോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും have you ever thought of how many 50 minutes candles are formed in a day? മനസ്സിലായോ? ഒരു ദിവസത്തിൽ എത്ര 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്? അപ്പം യു വിൽ സ്റ്റാർട്ട് കൗണ്ടിങ് 1 2 3 4 5 6 7 8 എത്ര എണ്ണം ഉണ്ട്? 25 ക്യാൻഡിൽ. 50 മിനിറ്റ്സിൻ്റെ 25 ക്യാൻഡിലാണ് ഒരു ദിവസം ഫോം ചെയ്യുന്നത്. സോ യു ഗോട്ട് എ ന്യൂ ഐഡിയ, റൈറ്റ് ഓർ നോട്ട്? 50 മിനിറ്റ്സിൻ്റെ 25 ക്യാൻഡിൽസ് ആണ് ഒരു ദിവസം മുഴുവനും ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 50 മിനിറ്റ്സിൻ്റെ 25 ക്യാൻഡിൽസ് നോക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് ക്യാൻഡിൽസ് ആണ് ഇവിടെ പോകുന്നത്? ഇത് നമ്മുടെ സീക്വൻഷ്യൽ മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ, ജനറൽ ആയിട്ടൊരു നോളജ് ഞാൻ ഷെയർ ചെയ്യുന്നതേ. സോ 1 2 3 ഇപ്പം എവിടം വരെ ഉണ്ട് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്? 9 ഇവിടം വരെ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ റെഡ് ക്യാൻഡിൽ മാത്രം എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ക്യാൻഡിൽസ് റെഡ് ക്യാൻഡിലും ബാക്കി ഗ്രീൻ ക്യാൻഡിലുമാണ് അല്ലേ. അപ്പം ഗ്രീൻ ക്യാൻഡിലിന് ആക്ച്വലി ബൈയിങ് മൊമെൻറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് പ്രൈസ് ഓൺ ദ അപ്പർ സൈഡാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഡ് ക്യാൻഡിലിന് പ്രൈസ് ഓൺ ദ ലോവർ സൈഡാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം താഴോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 25 16 ക്യാൻഡിൽസ് ആർ എന്താണ് വന്നിരിക്കുന്നത്? നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഔട്ട് ഓഫ് 16 ക്യാൻഡിൽസിൽ നമ്മൾ നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റി എടുത്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. നിഫ്റ്റിയിൽ നടക്കുന്ന ഷെയർസിൻ്റെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റിയുടെ നമുക്കതിനകത്ത് നിഫ്റ്റിക്കകത്തും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഹോൾ എത്ര 7000 BSE 7000-ഓളം സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. NSE ഏതാണ്ട് 2250 300-ഓളം കമ്പനിയോളം സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് മൊത്തം എല്ലാം കൂടെ നമ്മൾ എടുത്ത് നോക്കണം എന്നുള്ളത് എത്ര ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ഡിക്ലൈൻസ് വിൽ ബി മോർ ദാൻ അഡ്വാൻസസ് എന്ന് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ആക്ടിവിറ്റിയെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഇവിടെ ഔട്ട് ഓഫ് 25 16 ഈസ് ഓൺ ദ നെഗറ്റീവ് ടെറിട്ടറി. പ്രൈസ് താഴ്ത്തു വന്നതിൻ്റെ തന്നെയല്ല, നെഗറ്റീവ് ടെറിട്ടറി. ആൻഡ് ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ബിക്കോസ് നിഫ്റ്റിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും നമ്മൾ ഇത് ചെയ്യും. അപ്പം ഇതിൻ്റെ ആക്ടിവിറ്റിയുടെ ഡേറ്റ അനലൈസിസ് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മളുടെ ചാനലിൽ തന്നെ ആദ്യമേ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. മനസ്സിലായി? അതിനകത്ത് ഞാൻ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഈ ഫോർമേഷൻ പറയുന്നില്ല. അതിനകത്ത് എങ്ങനെയാണ് ഓവറോൾ ബയാസിലേക്ക് നമ്മൾ മാർക്കറ്റ് ഇങ്ങനത്തെ ആക്ടിവിറ്റി കാണുമ്പം ക്യാൻഡിൽ സ്റ്റിക്കെന്ന് എങ്ങനെ റീഡ് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് ക്ലബ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞതിൻ്റെ കാര്യം. മനസ്സിലായോ? സോ ഒരു ചെറിയൊരു ഐഡിയ അങ്ങോട്ട് കിട്ടിയില്ലേ? അത് ഓൺലി ഫോർ ദ നോളജ് പർപ്പസ്. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ, ഞാൻ അതിനുവേണ്ടി പറഞ്ഞതേ. നോ ലെറ്റ് us come back to the main topic. നോ വാട്ട് ഈസ് ദ നെറേറ്റീവ് ഹിയർ? നെറേറ്റീവ് ഇൻ ദ സെൻസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് വേണ്ടത്? മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഐ എം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, പുള്ളിങ് ബാക്ക്, പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്,
again price is pulling back 2 times to take the liquidity of this, and price shows a momentum, then price is pulling back to the original level, അല്ലേ ഒറിജിനൽ ലെവലിലേക്ക് പ്രൈസ് വരുന്നു, then it flies, finish. This is a schematic of sequential order flow. ഇതെന്തിനാണ് ഇത്രമാത്രം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു എൻട്രി എടുക്കുമ്പോൾ എവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാലും സ്റ്റോപ്പ് ലോസ് പോയി അടിക്കും. കറക്റ്റ് പറഞ്ഞോട്ടോ. ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ എവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. സോ ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രിയിൽ മാത്രം കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൊമെൻറ്റം കിട്ടത്തുള്ളൂ, എൻട്രിക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാതെ മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയെങ്കിൽ ഇവിടെ ബൈ ചെയ്യോ സെല് ചെയ്യോ എവിടെ ചെയ്താലും പ്രൈസ് ഇവിടെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അത് പോയി കഴിഞ്ഞു അല്ലേ. അതിനുശേഷം ഇവിടെ സെല് ചെയ്താൽ പ്രൈസ് ഇവിടെ താഴെ വന്ന് വീണ്ടും തിരിച്ച് കയറിപ്പോയി, ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് നേരെ താഴോട്ട് വന്നു, അന്നേരം നമ്മൾ എക്സിറ്റ് ചെയ്തു. ഈ ഒരു ആക്ടിവിറ്റി ഈ ഒരു ഓർഡർ ഫ്ലോയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കറക്റ്റ് അല്ലേ? അപ്പം നമുക്ക് ഒരു പോയിന്റിൽ മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പം നമ്മൾ ഓർക്കും എന്തുകൊണ്ട് നമ്മൾ ഈ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ അറ്റത്ത് കയറി പിടിച്ച് അവിടെ മാത്രം എൻട്രി എടുക്കുന്നുണ്ട്. യു ഗെറ്റ് ഇൻ ടു എൻട്രി എനിവെയർ ബട്ട് യു വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. സോ ഐ എം ടെലിങ് യു ബി ഡിസിപ്ലിൻഡ് ഇൻ ദ മാർക്കറ്റ്. എല്ലാം കൂടെ വരാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. സ്ലോലി ഒരു ചെറിയ പോർഷൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് എടുക്കാൻ ശ്രമിക്കുക. സോ നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഒപ്പം ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പറ്റും. നമ്മൾ 100 വയസ്സുണ്ടെങ്കിൽ അത്രയും നാൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഒപ്പം പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ വലിയ ബക്കറ്റുമായിട്ട് വന്നിട്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ നടക്കുകയില്ല. ആദ്യം ഒരു കുഞ്ഞ് സ്പൂണുമായിട്ട് വന്നിട്ട് നോക്കുക, എന്നിട്ട് കുറച്ച് എടുക്കുക. ഓക്കെ, അതൊരു സൈക്കോളജിക്കൽ ലെസണായെന്നുള്ളൂ. ഓക്കെ, അതും എന്താണ് പറയുന്നത്, നമ്മളുടെ ഉറങ്ങിപ്പോയിരിക്കാൻ പറഞ്ഞു. ഓക്കെ, നോ 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ യു വിൽ ബി ലുക്കിംഗ് ഇൻ ദ ചാർട്ട്. ഓക്കെ, 15 മിനിറ്റിൻ്റെ ചാർട്ട്. സോ ക്യാൻഡിൽസ്റ്റിക് വായിച്ച ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ അല്ലെ, പുള്ളിങ് ബാക്ക്. കറക്റ്റ് അല്ലേ? ഈ ഒരു മൂവ്മെൻ്റ് അല്ലേ വരുന്നത്. അപ്പം സോറി ഈ മൂവ്മെൻറ്റാണ് വരുന്നത്. അപ്പം അവിടെ പ്രൈസ് ഇവിടെ താഴോട്ട് വരുന്നു, അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു. എങ്ങോട്ടാണ് പോയിട്ട് പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്, ദെൻ ഇറ്റ് ക്രിയേറ്റഡ് എ ലിക്വിഡിറ്റി പോയിന്റ്, പ്രൈസ് ഈസ് പുള്ളിങ് ഡൗൺ. ഇവിടെയാണ് പ്രശ്നം. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ക്യാൻഡിൽസ് ഓൺ എ 50 മിനിറ്റ് സ്ട്രക്ചർ, വെൻ യു സീ ദിസ് വൺ യു ക്യാൻ സീ ദി സെയിം ആക്ടിവിറ്റി അല്ലേ. ഈ സെയിം ആക്ടിവിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? പറ്റുന്നുണ്ട്, ഉണ്ടല്ലോ, ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. സോ ഇവിടെ ബ്രേക്കപ്പ് സ്ട്രക്ചർ കഴിഞ്ഞു, ഇത് ബ്രേക്കപ്പ് സ്ട്രക്ചർ കഴിഞ്ഞു, പ്രൈസ് മുകളിലോട്ട് പോയി താഴോട്ട് വരുന്ന വരവ്. അപ്പോൾ താഴോട്ട് വന്നതിന് ശേഷം ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് പ്രൈസ് എത്ര പ്രാവശ്യം പുൾ ബാക്ക് ചെയ്യണം, മുകളിലോട്ട് പോകണം, ഈ ലിക്വിഡിറ്റി എടുക്കാൻ പറയണം, ഈ പർട്ടിക്കുലർ ലിക്വിഡിറ്റി എടുക്കാൻ പറയണം, പിന്നെയും പ്രൈസ് മുകളിലേക്ക് പോകണം, പിന്നെയും പുൾ ബാക്ക് 2 പ്രാവശ്യം ചെയ്തിട്ട് വരണം. പക്ഷേ ആ ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഓൺ 50 മിനിറ്റ്സ് ക്യാൻഡിൽസ്റ്റിക് സ്ട്രക്ചറിൽ വാട്ട് ഈസ് എ സ്ട്രക്ചർ ഹിയർ? സോ നമുക്ക് ആ സ്ട്രക്ചർ അങ്ങ് ഡ്രോ ചെയ്യാം. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ? സോ ഇവിടെ നമ്മളുടെ ഇവിടെ വന്നു, ലോ വന്നു, ഇവിടെ ഹൈ വന്നു, ഇത് ലോ വന്നു, ഇവിടെ ഹൈ വന്നു, ഇവിടെ ലോ വന്നു, ദെൻ പ്രൈസ് ഇവിടെ ഹൈ വന്നു, ഇതിൻ്റെ ലോ എടുത്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇതിൻ്റെ ലോ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇതുണ്ട്, ഇവിടം വരെ വന്നു ഹൈ. ഓക്കെ, അപ്പോൾ ഇവിടം വരെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ സ്ട്രക്ചർ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതായിരുന്നല്ലോ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുമ്പം ഓൺ എ 50 മിനിറ്റ്സ് സ്ട്രക്ചർ സീക്വൻഷ്യൽ പ്ലേ ഔട്ട് ഇവിടെ നടക്കുന്നുണ്ട്, ചെറുതായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ സീക്വൻഷ്യൽ പ്ലേ ഔട്ടിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരുന്നില്ല അല്ലേ. ഈ ഒരു ഇതിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടുത്തെ പുൾ ബാക്കിൻ്റെ ഈ ലാസ്റ്റ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ, ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഈ റെഡ് ക്യാൻഡിൽ. മനസ്സിലായോ? ഈ പർട്ടിക്കുലർ റെഡ് ക്യാൻഡിൽ, ആ റെഡ് ക്യാൻഡിൽ മാർക്ക് ചെയ്തിട്ട് അതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറാണിത്. പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് അഗെയിൻ അല്ലേ. ഇവിടെ 2 റെഡ് ക്യാൻഡിൽ വരുന്നു. ലോകാവസാന ക്യാൻഡിൽ നമ്മളുടെ സിഗ്നേച്ചർ ഡയലോഗാണ്. ലോകാവസാന ക്യാൻഡിൽ 2 വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പേടിക്കാതെ നമ്മൾ ട്രേഡിംഗ് സീക്രറ്റ്സിൻ്റെ കമാൻഡോസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. ഈ ക്യാൻഡിൽ അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ക്യാൻഡിൽ. സോ വാട്ട് ഈസ് എ ഡേറ്റ് ഹിയർ? 9 സെപ്റ്റംബർ. അപ്പം ഞാനീ പറയുന്നത് സീക്വൻഷ്യൽ പ്ലേ ഔട്ടിൽ നമ്മൾ 100% അക്യുറസിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നടക്കും. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആ സീക്വൻഷ്യൽ പ്ലേ ഔട്ടിനകത്ത് 100% ഇല്ലാതെയും എൻട്രി ഫോർമേഷൻസ് വരുന്നുണ്ട് ഇഷ്ടം പോലെ. മനസ്സിലായോ? നമ്മളത് മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിച്ച് കുറേ നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് യു വിൽ അണ്ടർസ്റ്റാൻഡ് വെദർ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് എൻട്രി ഓർ നമുക്ക് ആ എൻട്രി സെറ്റപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിലാണ് അല്ലേ. നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് ബിൽഡപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മിടുക്കന്മാരായിക്കൊണ്ടിരിക്കും. യു വിൽ ബി എ പ്രൊഫഷണൽ ട്രേഡർ. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് എക്സ്പീരിയൻസ് വരുമ്പം നമുക്ക് ഇതിവിടെ വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഇതായിരുന്നു നമ്മുടെ പാർട്ടിക്കുലർ ക്യാൻഡിൽ. ഇനി നമ്മൾ 1 മിനിറ്റ്, വാട്ട് ഇസ് ദ ഡേറ്റ് ഹിയർ? 9 സെപ്റ്റംബർ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് സർക്കിളിലുള്ള ആക്ടിവിറ്റിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. സോ 1 മിനിറ്റിൻ്റെ ആക്ടിവിറ്റിക്കകത്തോട്ട് നമ്മൾ വന്നു. ഓക്കെ, 1 മിനിറ്റിൻ്റെ എന്ന് പറഞ്ഞപ്പോഴത്തേന് 9 സെപ്റ്റംബർ നമ്മൾ പോകുന്നു.
അപ്പോൾ 9 സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ക്യാൻഡലിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ഇതാണ്. നമ്പർ ഓഫ് ക്യാൻഡിൽസ് വിൽ ബി മോർ ബിക്കോസ് ഇറ്റ് ഈസ് 1 മിനിറ്റ് സ്ട്രക്ചർ. നൗ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ ബോക്സിനകത്തെ ആക്ടിവിറ്റിയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് നമുക്ക് ഇച്ചിരി വലുതാക്കാം. ഇതാണ് നമ്മുടെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ഏരിയയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് ഈ പർട്ടിക്കുലർ ഏരിയയിൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ വന്നു കഴിയുമ്പോഴത്തേനും സോ ദിസ് വാസ് എ ലോ, ദിസ് ഈസ് എ ഹൈ അല്ലേ. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു സ്ട്രക്ചർ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പുള്ളിങ് ബാക്ക്, ദെൻ ക്രിയേറ്റിംഗ് സെയിം ഹൈ. ഈ ഒരു സംഭവത്തിൻ്റെ ലോയും ബ്രേക്ക് ചെയ്ത് ഒരു വലിയൊരു ക്യാൻഡിൽ വരുന്നുണ്ടോ. അപ്പോൾ അത് വന്നു ഒരു ലോ അവസാന ക്യാൻഡിൽ അവിടെ നടക്കുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ഇവിടെ ഉദ്ദേശിച്ച എന്താണ്, ഇവിടുത്തെ കംപ്ലീറ്റ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അത് അബ്സോർബ് ചെയ്തു. അപ്പം എന്ത് സംഭവിച്ചു? 1 2 ഇങ്ങനെ വന്നു, പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇവിടെ വേണ്ടത്? ഇനി പ്രൈസിന് ഇവിടെ നിന്ന് മൊമെൻറ്റം കാണിക്കണം. സോ മൊമെൻറ്റം കാണിച്ചോ ഇല്ലയോ? പ്രൈസ് മുകളിലേക്ക് പോയി. മൊമെൻറ്റം കാണിച്ചു, നല്ലപോലെ മൊമെൻറ്റം കാണിച്ചതിന് ശേഷം വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ടു എ ലെവൽ, ഇവിടെ വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ടു എ ലെവൽ, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് ആക്ച്വലി ഈ ഒരു ലെവലായിരുന്നു നമ്മളെ സംബന്ധിച്ച് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി പ്രൈസ് ഇവിടെ വന്നോ, പ്രൈസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്വീപ്പ് നടത്തുവാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ പ്രിസിഷൻ എൻട്രി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് കറക്റ്റായിട്ട് എടുക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ പ്രിസിഷൻ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്ര പോയിൻ്റ് ഉണ്ട്? 29 പോയിൻ്റ് ഉണ്ട് കണ്ടോ. ഇവിടെ കൃത്യം 29ഓളം പോയിൻ്റ്. ഇവിടെ നിന്ന് കൃത്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പോയിൻ്റ് കൃത്യമുണ്ട്. അപ്പം 25 പോയിൻറ്റ്സിന് പ്രൈസ് നേരെ താഴോട്ട് വന്നില്ല. പക്ഷേ ഈവൻ ദോ ഈ ഒരു ആക്ടിവിറ്റി കാണുമ്പോൾ വാട്ട് വിൽ യു ബി ഫീലിംഗ്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈസ് ദിസ് എ ബുള്ളിഷ് സെറ്റപ്പ് ഓർ എ ബെയറിഷ് സെറ്റപ്പ്? സോ നമ്മളിവിടെ ഷോർട്ട് അടിക്കാൻ പോവോ? നമ്മൾ ഈ റെഡ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് അവിടെ കയറി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? നെക്സ്റ്റ് മൂവ്മെൻറ്റ് യു ഹാവ് ബീൻ ത്രോൺ ഔട്ട്. കണ്ടോ? അപ്പം ഇങ്ങനത്തെ മൂവ്മെൻറ്റ് നടക്കുമ്പം യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. ഈ നരേറ്റീവ് എന്ന് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ബിക്കോസ് നരേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടക്സ്റ്റ് ഓഫ് മാർക്കറ്റ്. കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷനിൻ്റെ അകത്ത് നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ ചെയ്യുമ്പോൾ വെൻ ദ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഈസ് പ്ലേഡ് ഔട്ട്, ഇവിടെ നമ്മുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് you are making sure that liquidity absorption is completely over. Then the game is over. It will directly take you to the right side of the market. മനസ്സിലായോ? So in this scenario, liquidity absorption is over or not? ഇങ്ങനത്തെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ എന്താണ്? This low is taken by this and this high is taken by this and this high also taken by this. സോ ഈ ലിക്വിഡിറ്റി എടുത്തു. ഇനി എവിടെയാണ് ലിക്വിഡിറ്റി? ഓൺലി ലിക്വിഡിറ്റി ഈസ് ഹിയർ. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഇനി താഴോട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ എങ്ങനെ ലിക്വിഡിറ്റി ഇല്ല. സോ മാർക്കറ്റ് ഇസ് ഗോയിങ് ദ അതർ സൈഡ്. അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ഇൻറ്റൻറ്റഡ് പർപ്പസ് എന്താണോ അങ്ങോട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. സിമ്പിൾ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ദിസ് ഈസ് നോട്ട് ദ പെർഫെക്റ്റ് സെറ്റപ്പ് ഐ എം ടെലിങ് യു. വേറൊരു സെറ്റപ്പും കൂടെ ഞാൻ നോക്കട്ടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. അതുകൊണ്ട് നമുക്ക് പറയാം. ഈവൻ ദോ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിനകത്ത് വിത്തിൻ ദ 50 മിനിറ്റ് സ്ട്രക്ചർ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഓൺ എ ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി വൈസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ സപ്പോസ് ഇത് 1 മിനിറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഈ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് ക്യാൻഡിൽ സ്റ്റിക്ക് വൈസിൽ അത് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ 2 രീതി കിട്ടില്ല. നമ്മൾ ആ ലിറ്റിൽ സോങ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? A low is made and a high is made, a low is taken, high is taken and price is coming to mitigate, then fly. അല്ലേ? Same way, this is also another song. A high is made and a low is made and high is taken and the price is pulling back to the original position number 1 and the price is pulling back to the original level. So ഈ പാട്ട് പാടിയാൽ മതി. പാട്ട് പാടി പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി ഈസി ആയിരിക്കും. So a high is made, a low is made, high is taken, then price is pulling back 1 time, 2 time, 3 time, doesn't matter. അതെങ്ങനെയൊക്കെ വന്നോട്ടെ മൈനർ ടൈം ഫ്രെയിമിൽ to pull back to clear out the liquidity. Then price is shooting up to clear out the liquidity on the opposite side. Then price is pulling back to the original level
and it shows momentum, then it comes and mitigate, then it fly. Finish. Song is clear. So song നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. സിമ്പിളായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, എ ഹൈ ഇസ് മെയ്ഡ്, എ ലോ ഇസ് മെയ്ഡ്, ആൻഡ് ഹൈ ഇസ് ടേക്കൺ, ആൻഡ് ദ പ്രൈസ് ഇസ് പുള്ളിംഗ് ബാക്ക്. അതെപ്പോഴും ഓർത്തണം. ഇവിടെ പുള്ളിംഗ് ബാക്ക് ഉണ്ട്. പ്രൈസ് ഇസ് പുള്ളിംഗ് ബാക്ക്, പ്രൈസ് ഇസ് പുള്ളിംഗ് അപ്പ്, പുള്ളിംഗ് ബാക്ക്, രണ്ട് സൈഡിലേക്കും വരും. ഓക്കെ, സോ ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് മെയ്ഡ്, ആൻഡ് ദ പ്രൈസ് ഇസ് പുള്ളിംഗ് ബാക്ക് ടു ടേക്ക് ദ ഒറിജിനൽ ലിക്വിഡിറ്റി. ക്ലിയർ? ഒറിജിനൽ ലിക്വിഡിറ്റി. ദെൻ പ്രൈസ് വിൽ ബി പുള്ളിംഗ് ബാക്ക് ടു ടേക്ക് ദ first, second level, third level liquidity, second level liquidity. Then price will be pulling back again. So every time there is a pulling back, pulling up. ഈ രണ്ട് സംഭവങ്ങൾ രണ്ട് പ്രാവശ്യം നടക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതിനുശേഷം it comes down to clear off the liquidity, then it shows momentum, then it comes to mitigate what on the original position. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള ആ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോങ്ങിനകത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി സെനാരിയോസ് നമ്മൾ കാണുമ്പോൾ 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിനകത്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നൗ നമുക്ക് ലെറ്റസ് ലുക്ക് അറ്റ് ദ ചാർട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. നൗ ഇവിടെ നിന്ന് നോക്കി, ഈ ഒരു ബിഗ് മൂവ് വരുന്നതിന് മുമ്പേ നമുക്ക് ഒരു എൻട്രി വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ എൻട്രിയിലേക്ക് നോക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ സെനാരിയോസ് നോക്കാം. സോ യെല്ലോ ഇസ് മെയ്ഡ്, ഇതുണ്ടോ, ഇത് ഇച്ചിരി വലുതാക്കാം. അപ്പോൾ ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൺ. ഉണ്ടോ, ഈ ഹൈ ഇസ് മെയ്ഡ് എന്നുള്ളതിൻ്റെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ നമുക്ക് ലെറ്റസ് ലുക്ക് അറ്റ് വിക്സ് അല്ലാതെ നോക്കാം. ഹൈ ഇസ് മെയ്ഡ്, സ്ട്രക്ചറൽ ബ്രേക്ക് വന്നല്ലോ, അതിനുശേഷം പ്രൈസ് അതിന് മുകളിൽ പോയി, പ്രൈസ് നേരെ താഴെ വന്നു. സോ നമ്പർ 2 പ്രൈസ് ഈസ് പുള്ളിംഗ് ഡൗൺ അല്ലേ. നമ്പർ 2-ന് ശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പിന്നെയും പുൾ ബാക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നു, പിന്നെയും പ്രൈസ് താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും സ്ട്രക്ചറൽ ബ്രേക്ക് ആക്ച്വലി ഇവിടെ 2-3 പൊസിഷൻ ബിൽഡപ്പ് ചെയ്യുന്നില്ല, പക്ഷേ സെക്കൻഡ് പൊസിഷൻ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മൂവ്മെൻറ്റിൽ, ഈ 50 മിനിറ്റ്സിൻ്റെ മൂവ്മെൻറ്റിൽ പ്രൈസ് മുകളിൽ പോയി ഒരു ലോ ക്രിയേറ്റ് ചെയ്താക്കുന്നു, അതിനുശേഷം പ്രൈസ് നേരെ മുകളിലോട്ട് വന്നു. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ലോയിൽ ഈ ക്യാൻഡിലാണ് നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാൻഡിൽ അല്ലേ. ഈ പർട്ടിക്കുലർ ലോവസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ പർട്ടിക്കുലർ ക്യാൻഡിലിൽ ഈ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഇവിടെ ഏകദേശം പ്ലേ ഔട്ട് ചെയ്യുന്നത് ഉള്ളത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ റെഡ് ക്യാൻഡിൽ ക്ലിയർ ആണല്ലോ, ഇതുണ്ട്, അതിൻ്റെ ഹൈ ലോയും മാർക്ക് ചെയ്യുന്നു. ദെൻ വി ആർ എക്സ്റ്റെൻഡിങ് ദിസ്. ഇനി ഇവിടുത്തെ ആക്ടിവിറ്റി ഇതിനകത്ത് വരുമ്പോഴത്തേനും മൈനർ ടൈം ഫ്രെയിമിൽ നമ്മളുടെ ആ സെയിം സംഭവം പ്ലേ ഔട്ട് ചെയ്യണം, അതാണ് നമ്മൾ പറയുന്നത്. സോ നമുക്കിവിടെ 10 സെക്കൻഡ് 1 മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് നോക്കാം ആദ്യം. അപ്പം ഇത് 17 സെപ്റ്റംബറിലെ ചാർട്ടാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവം. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഇവിടം വരെ സൈഡ് വൈസ് വന്നു കണ്ടോ. അപ്പം ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം ഇതുണ്ട്, ഇവിടെ മുഴുവനും സൈഡ് വൈസ് മൊമെൻറ്റത്തിൽ മാർക്കറ്റ് പോയി. അത്രയും നേരം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പ്രീമിയം എല്ലാം നഷ്ടപ്പെട്ട് ആകപ്പാടെ നമ്മൾ ട്രേഡിൽ നിന്നൊരു തരത്തിൽ എക്സിറ്റ് ആവും. അന്നേരത്തേനും പ്രൈസ് ഒരു വഴിക്ക് പോവുകയും ചെയ്തു. മനസ്സിലായോ? അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ എൻട്രി എടുക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന എൻട്രി പ്രിസിഷൻ എൻട്രി ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം? നമ്മളൊരു റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങൾ വരും മാർക്കറ്റിൽ. അപ്പോൾ ഇങ്ങനത്തിനകത്ത് നിന്നല്ല നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് എക്സിറ്റ് ആയോ ഇല്ലയോ? ബിക്കോസ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? സോ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. ആക്ച്വലി ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ നേരെ താഴോട്ട് വന്ന് ഇതിൻ്റെ ലോയുടെ അടുത്ത് ഒരു 50%, ഇത് ഏകദേശം 50%ഓളം വരുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പം പ്രൈസ് നേരെ വീണ്ടും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ താഴോട്ട് വരുന്നു. സോ നമ്മളിവിടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ നമ്മളുടെ ഈ ഇവിടുന്ന് ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. അതിനുശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി പ്രൈസ് ഈസ് പുള്ളിംഗ് ഡൗൺ. പക്ഷേ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ടുള്ള ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബട്ട് ദെൻ ഈ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ എടുക്കാൻ പ്രൈസ് വരുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് ഇത്രയും ഏരിയയിൽ വോളിയം ട്രേഡ് നടക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കാൻ പറ്റും, അവിടെ ഈ വോളിയം നടക്കാത്തത് കൊണ്ട് അവിടെ ഹ്യൂജ് ആക്ടിവിറ്റി സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിനകത്തെ കാര്യം. അല്ലെങ്കിൽ ഇത്രയും പമ്പ് ചെയ്ത് മാർക്കറ്റ് ഇതുണ്ടാവും, ഒരു സൈഡിലേക്കുള്ള കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പെട്ടെന്ന് കയറി പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ വോളിയം ആക്ടിവിറ്റി നടക്കാതെയും നമ്മുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഇങ്ങനെ വരുമ്പോഴത്തേനും പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കണം സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ്. സോ യു ഗെറ്റ് ഇൻ ടു ദ ബൈയിങ് സൈഡ്. നോ 10 സെക്കൻഡിൽ നമ്മൾ നോക്കുമ്പോൾ
10 സെക്കൻഡ്സിൻ്റെ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ്സിലേക്ക് എന്തിനാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ചാർട്ടിനെ ഒരു കണ്ടക്സ്റ്റിൽ നോക്കും. അത് തന്നെയല്ലേ നമ്മൾ ചാർട്ടിനെ നമ്മളൊരു കണ്ടക്സ്റ്റിൽ നോക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു മീനിങ് ഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. സോ 10 സെക്കൻഡ്സിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കുറേ നേരം സൈഡ് വൈസ് വന്ന് അതിനുശേഷം പ്രൈസ് നേരെ താഴെ ഈ ബോക്സിനകത്ത് വന്ന് പ്ലേ ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെയാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. ഇതുണ്ടോ? സോ ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് വിത്ത് എ കണ്ടക്സ്റ്റ് ഓർ നോട്ട്? ഒരു കണ്ടക്സ്റ്റോട് കൂടി മാർക്കറ്റിനെ ഇപ്പം നോക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ പ്ലേ ഔട്ട് ചെയ്യുന്നത് എന്താണ്? ദ ബെസ്റ്റ് ഫോം ഓഫ് എൻട്രി സിനാരിയോ ഒരു 10 സെക്കൻഡിൻ്റെ ചാർട്ടിലാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പം എന്താണ് കാണുന്നത്? ഇത് ഒരു മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈസ് ഇസ് ദെയർ, അല്ലേ? ഇവിടെ ഏകദേശം വരുന്നു, അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു. ഇവിടെ പ്രൈസ് ഇസ് പുള്ളിങ് ബാക്ക് ടു ടേക്ക് ദിസ് ലിക്വിഡിറ്റി. ദെൻ അഗെയിൻ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്, പുള്ളിങ് ബാക്ക്, ഗോയിങ് അപ്പ്, പുള്ളിങ് ബാക്ക്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഉണ്ടോ? അതിനുശേഷമാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് ലെഗിൽ തന്നെ ഈ ഒരു മൈനർ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുമ്പം എന്താണ് മനസ്സിലാകുന്നത്? ഇവിടുത്തെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ഓൾമോസ്റ്റ് ആ ലിക്വിഡിറ്റി എടുത്തു, ഇത്രയും പോർഷനിലെ ആക്ടിവിറ്റി തീർന്നു. വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നു, നേരെ താഴോട്ട് വരുന്നു പ്രൈസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ വോളിയം ഇവിടെ ഒന്ന് നോക്കുമ്പോഴത്തേനും ഇത്രയും പോർഷൻ ലിക്വിഡേറ്റ് ചെയ്തു, അല്ലേ? അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു, പ്രൈസ് നേരെ താഴോട്ട് വരുന്നു, വീണ്ടും ആ പോർഷനും ലിക്വിഡേറ്റ് ചെയ്തു, വീണ്ടും പ്രൈസ് ഇവിടെ നമ്മളുടെ സീക്വൻഷ്യൽ പ്ലേ ഔട്ട് വീണ്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എൻട്രി എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പം നോക്കി കാണുന്നത് ബൈയിങ് സെനാരിയോ ആണോ അതോ സെല്ലിംഗ് സെനാരിയോ ആണോ? ഇതാണ് നമ്മൾ കണ്ടക്സ്റ്റോട് കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ വെനെവർ യു ലുക്ക് ഇൻ ടു ദ ചാർട്ട് യു ഷുഡ് ഹാവ് എ പ്രോപ്പർ കണ്ടക്സ്റ്റ്, അല്ലേ? ഒരു കണ്ടക്സ്റ്റോട് കൂടി നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇന്ന് നമ്മൾ പഠിച്ച ലെസൺസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു സമറൈസ്, നമുക്ക് അന്നൊരു വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലും ഒക്കെ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 15 മിനിറ്റിൻ്റെ സ്ട്രക്ചർ, ഓക്കെ, ദിസ് ഈസ് 15 മിനിറ്റ്സിൻ്റെ, ഇത് ഇങ്ങനെ ഇടയ്ക്ക് വരച്ച് പിടിച്ചാൽ മതി കേട്ടോ. ഇതാണ് ഇത് 15 മിനിറ്റ്സ്. സോ 15. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ഏതാണ്? നമ്മളുടെ 1 മിനിറ്റ് സ്ട്രക്ചർ, അല്ലേ? 1 മിനിറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ വരും, സെയിം തിങ്. അപ്പം ഇതിൽ കോറിലേറ്റ് ചെയ്ത്, അപ്പം കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരും? ഇങ്ങനെ വരും, അല്ലേ? ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ബിക്കോസ് 15 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിനകത്ത് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും. ഇതാണ് അതിൻ്റെ പ്രോപ്പർ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? എന്നിട്ട് ഇത് ഇങ്ങനെ മേലോട്ട് പോകുന്നു. സോ ഇൻസൈഡ് ദ 15 മിനിറ്റ്സ് സ്ട്രക്ചർ ഫ്രാക്ടൽ ഡെലിവറി ഓഫ് പ്രൈസിങ്ങിൻ്റെ റിതം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്യും, അല്ലേ? സോ ഇത് 15 മിനിറ്റ്സ്, ഇത് എന്താണ്? നമ്മളുടെ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണ്. അപ്പം ഇതിനകത്ത് n നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കും. ബേസിക്കലി നമ്മൾ 15 മിനിറ്റ്സിൽ നമ്മൾ ഈ പ്രൈസ് ലെഗിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ, അപ്പം ഈ ലോവസ്റ്റ് ക്യാൻഡിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എൻട്രി സെനാരിയോയുടെ അടുത്തോട്ട് മാർക്കറ്റ് വരുമ്പോഴും ഈ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലും യു ഷുഡ് സീ എ പ്രോപ്പർ ദിസ് കംപ്ലീറ്റ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ. സിമ്പിൾ, മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് പ്രിസിഷൻ എൻട്രിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നത്. അല്ലാതെ എവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് സിമ്പിൾ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ലെസൺസ് വേണമെങ്കിൽ കമൻറ്റ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ പുതിയ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻട്രി സെനാരിയോസ് നമുക്ക് ഇതൊരു ഫൈനൽ വീഡിയോ, ഇതുവരെ ആരും എക്സ്പ്ലെയിൻ ചെയ്യാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി സെനാരിയോ എങ്ങനെയാണ് മാർക്കറ്റിൽ 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതല്ലേ. ഇടയ്ക്ക് നമ്മൾ ചാർട്ട് ചുമ്മാ ഇങ്ങനെ നമ്മൾ നോക്കുമല്ലോ. നമ്മളിവിടെ ചാർട്ട് ഇങ്ങനെ ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ 15 മിനിറ്റ്സ് നോക്കുമ്പം നമുക്ക് ഈ ക്യാൻഡിൽസിലേക്ക് കാണുമ്പോഴേ നമുക്കറിയാമല്ലേ വെദർ ദിസ് ഈസ് പ്ലേയിങ് ഔട്ട് ആൻഡ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഓർ നോട്ട്. അപ്പോൾ ഇമീഡിയറ്റ്ലി നമുക്ക് അവിടെ ഒരു എൻട്രി ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്കൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വരെ. അപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് യുവർ പ്രാക്ടീസ്, ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദ ചാർട്ട്, ഹൗ യു ലുക്ക് അറ്റ് ദ ചാർട്ട്, ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദ ചാർട്ടിനെ കണ്ടക്സ്റ്റ് വിത്ത് എ പ്രോപ്പർ കണ്ടക്സ്റ്റ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കംപ്ലീറ്റ്ലി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വെയർ ടു ഗെറ്റ് ഇൻ ടു ആൻഡ് വെയർ ടു എക്സിറ്റ്, അല്ലേ?
ചില സമയത്ത് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞതിന് ശേഷം ടാർഗറ്റ് പോലും മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഒരു 250 പോയിന്റ് പോയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? സോ ദാറ്റ്സ് വാട്ട് ഐ എം ടെലിംഗ് യു. സംടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. യു ഡോണ്ട് നോ വെൻ ഇറ്റ് ഈസ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രിസിഷൻ എൻട്രി, പ്രോപ്പർ ക്യാൻഡിൽ. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതർവൈസ് ഇത് നേരെ തിരിഞ്ഞ് താഴോട്ടും വേണേൽ പോകാം. നമ്മളിവിടെ ബൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം 3 ക്യാൻഡിൽ താഴെ വരും, 250 പോയിന്റ് താഴെ. മനസ്സിലായോ? സോ സ്റ്റഡി വെൽ, പ്രാക്ടീസ് ഇറ്റ് വെൽ. ആൻഡ് പിന്നെ എന്താണ് വേണ്ടത്? നമ്മുടെ ചാനലിൽ വരിക, കുറച്ച് കമൻറ്റൊക്കെ എഴുതുക, നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുക. അപ്പം ഐ ക്യാൻ നോ ദാറ്റ് യു ആർ എൻഗേജിങ് വിത്ത് ദ കണ്ടന്റ്. ദാറ്റ് ഈസ് മൈ എനർജി. എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുവാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ തണുത്ത് പോകും. അപ്പോൾ ഇതൊന്നും അല്ല കാര്യങ്ങൾ, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി സെറ്റപ്പുകളാണ്. എൻട്രി സെറ്റപ്പുകൾ ഇഷ്ടം പോലെ ഞാൻ കാണിച്ചു തരാം. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? മാർക്കറ്റിനെ എങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ട് പോകേണ്ടത്? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് വിത്ത് എ കണ്ടക്സ്റ്റ്, വിത്ത് എ സ്കീമാറ്റിക് സ്ട്രക്ചർ, with the help of pullback scenarios, with the help of fractal volume delivery? It is not simple, my dear friends. It seems simple, but the problem is that simply നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ കൺസെപ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് നാച്ചുറലി ഒരു എൻട്രി ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. സിംപ്ലി നോക്കിയാൽ പോരെ, വേറെ എന്താണ് നമുക്ക് പ്രശ്നം ഇരിക്കുന്നത്? സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കൺഗ്രാജുലേഷൻസ് ആൻഡ് യു ആർ എ പ്രൊഫഷണൽ ട്രേഡർ നൗ. കൺഗ്രാജുലേഷൻസ്. ഇത്രയും നാളും എൻ്റെ കൂടെ ഈ 200 വീഡിയോ വരെ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം സഞ്ചരിച്ച് ഇതിനകത്ത് കമൻറ്റിലെല്ലാം എഴുതി നിങ്ങൾ ഐ റിയലി അപ്രീഷിയേറ്റ് യു. താങ്ക് യു വെരി മച്ച്. ഐ ഡോണ്ട് നോ ഹൗ ടു താങ്ക് യു ഓൾ, ബിക്കോസ് നിങ്ങളാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത്. നിങ്ങളായിരുന്നു എൻ്റെ ഊർജ്ജം. എന്തോരം കമൻറ്റുകൾ എഴുതി, എന്തോരം കാര്യങ്ങൾ വന്നു, എന്തോരം നല്ല രീതിയിൽ നമ്മുടെ ചാനലിൽ കൂടെ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. നമ്മളൊരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുന്നവർ എല്ലാവരും ശ്രമിച്ചു. സോ എൻ്റെ ഹൃദയത്തിൽ നിന്നും എല്ലാവർക്കും വേണ്ടിയിട്ട് താങ്ക് യു പറയുന്നു. നിങ്ങളുടെ ചാനലാണിത്, നമ്മളുടെ ചാനലാണിത്. ഈ ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഇനിയും കമൻറ്റുകൾ എഴുതുക. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.